ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥൻ സാറും കുടുംബവും എന്തിനാണ് ഇത്ര പെട്ടെന്ന് ചന്ദ്രോത്ത് നിന്ന് താമസം മാറിയതെന്ന് മാധവേട്ടൻ ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ അമ്മ ഏതോ തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചപ്പോൾ അതൊരു കൊലപാതകം നടന്ന വീടായതുകൊണ്ട് ഇനിയും അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് രാത്രിക്ക് രാത്രി വീട് മാറിയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദേവിക പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശാരിക അതുകൊണ്ടൊന്നും അല്ല എന്നും കൊലപാതകം നടത്തിയവർ പേടിക്കണമെന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് ദേവികയും വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന രാധികയാണെങ്കിൽ കൊലപാതകമോ, ആരുടെ കാര്യം നീ പറയുന്നത് എന്നെല്ലാം ആശങ്കയോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല അമ്മേ, അമ്മ വെറുതെ കാട് കയറി ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ശാരിക. പിന്നീട് മാധവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് സിദ്ധാർത്ഥൻ. അച്ഛനിപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്നും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നെല്ലാം ദേവിക പറയുന്നു. തുടർന്ന് മാധവ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, 2 ആഴ്ച റെസ്റ്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ശരിയാകുമെന്നെല്ലാം സിദ്ധാർത്ഥൻ പറയുമ്പോൾ എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു വേവലാതിയും ഇല്ലെന്നും നന്ദൻ മോനും ദേവിക മോളും ഇങ്ങനെ അകന്നു കഴിയുന്നതാണ് എന്നെ അലട്ടുന്നത്. സാറ് തന്നെ മുൻകൈ എടുത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അവരെ ഒന്നിപ്പിക്കണം. ദേവിക മോൾ പുറമേ സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും അവൾ ഉള്ളിൽ കരയാണെന്ന് എനിക്കറിയാം എന്നെല്ലാം മാധവൻ വിഷമത്തോടുകൂടി പറയുമ്പോൾ മാധവൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥൻ. പിന്നീട് നന്ദൻ്റെ കാര്യത്തിൽ നീ എന്ത് തീരുമാനം മോളെ എടുത്തത്? കൊലപാതകമല്ലേ നടന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാലമൊന്നും നമുക്ക് മൂടി വയ്ക്കാൻ കഴിയില്ല. എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നെല്ലാം സിദ്ധാർത്ഥൻ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ദേവികയും പറയുന്നുണ്ട്. നന്ദനിപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലാണെന്നും എങ്കിലും എല്ലാം നമ്മളോട് തുറന്നു പറഞ്ഞതിൻ്റെ ഒരാശ്വാസം അവനുണ്ട്. അവന് ഒരുപാട് തെറ്റുകൾ പറ്റി എന്നുള്ളത് ശരിയാണ്, എങ്കിലും നീ അവനെ വെറുക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥ ദേവികയോട്. പിന്നീട് നന്ദനെ കുറേ തവണ ഫോണിൽ ട്രൈ ചെയ്തിട്ടും കിട്ടാത്തതിനെ തുടർന്ന് ഇസബെല്ല പ്രഭാവതിയെ വിളിക്കുന്നു. എന്താ ആൻറ്റി സംഭവിച്ചത്? നന്ദൻ്റെ ഫോൺ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. നിങ്ങൾ ആരോടും പറയാതെ നേരം ഇട്ട് വിളിക്കുന്നതിന് മുൻപ് ചന്ദ്രോത്ത് നിന്ന് മാറി. എന്താ ആൻറ്റി പ്രശ്നം എന്നെല്ലാം ഇസബെല്ല ചോദിക്കുമ്പോൾ അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല എന്നും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നും പ്രഭാവതി പറയുന്നുണ്ട്. അങ്ങനെ ഇസബെല്ലയും പ്രഭാവതിയും കണ്ടുമുട്ടുന്നു. ആൻറ്റിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ദേവികയുടെ അച്ഛനെ മനഃപൂർവ്വം നന്ദൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ കഴിയാതെ പിടിവിട്ട് പോയപ്പോൾ നന്ദൻ അവനാണ് ഋഷിയെ കൊന്നത് എന്നുള്ള സത്യങ്ങളെല്ലാം അവനോട് വിളിച്ചു പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ സിദ്ധുവാണ് അവനോട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ചന്ദ്രോത്ത് തറവാട്ടിൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു തിരുമേനി പ്രശ്നം വെപ്പിച്ചപ്പോൾ പറഞ്ഞു. അതിനെ തുടർന്നാണ് രാത്രിക്ക് രാത്രി ചന്ദ്രോത്ത് നിന്നും താമസം മാറിയതെന്നും പ്രഭാവതി പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഞെട്ടിവിറിച്ച് നിന്നു പോവാണ് ഇസബെല്ലയും കെവിനും. എന്തു മണ്ടത്തരാണ് അവൻ കാണിച്ചത് എന്നെല്ലാം ഇസബെല്ല ചോദിക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവനെ തെറ്റു പറയാനും കഴിയില്ല, അത്രയ്ക്ക് മനപ്രയാസമാണ് അവൻ അനുഭവിക്കുന്നുണ്ടായിരുന്നതെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. ദേവികയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് ഇസബെല്ല ചോദിക്കുമ്പോൾ അവൾ നന്ദനെ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. തെറ്റിനൊരിക്കലും ദേവിക കൂട്ടുനിൽക്കില്ല, എങ്കിലും അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ലയുടെയും കെവിൻ്റെയും മുന്നിൽ പൊട്ടിക്കരയാണ് പ്രഭ. ആൻറ്റി വിഷമിക്കാതെ, ഞങ്ങൾ കൂടെയുണ്ടല്ലോ, നന്ദനെ ഒരു നിയമത്തിനും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇസബെല്ല. അങ്ങനെ പ്രഭാവതി പോയതിനു ശേഷം ഇനി എന്തു ചെയ്യും ബെല്ല? കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം തെളിവ് സഹിതം പുറത്താകും. ചതി തിരിച്ചറിയുന്നതോടെ നന്ദനും നമുക്ക് എതിരാവും എന്നെല്ലാം കെവിൻ പറയുമ്പോൾ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി പേടിപ്പിക്കാതെ കെവിനെ, നമുക്ക് ഏതായാലും എല്ലാം ഋഷിയെ വിളിച്ചറിയിക്കാമെന്ന് പറയുന്നുണ്ട് ഇസബെല്ല. അങ്ങനെ ഇസബെല്ല ഋഷിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. നന്ദൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ കീഴടങ്ങിയാൽ കേസ് മുന്നോട്ട് പോകും. പിന്നെ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയാലും കോടതി അവന് ശിക്ഷ വിധിക്കാനൊന്നും പോകുന്നില്ല. ഋഷിയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പോലീസ് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും, നന്ദനെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. അതോടെ നമ്മുടെ മൂടി വെച്ച സത്യങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വരും. നമ്മളവനെ മനഃപൂർവ്വം ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നുള്ള കാര്യമൊക്കെ അവൻ തിരിച്ചറിയുമെന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് എത്തിച്ചത് ഞാനല്ലേ, ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഋഷി. ഇപ്പോൾ ഋഷി ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം അരുന്ധതി കേൾക്കുന്നുണ്ട്. ശേഷം ഋഷി, നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു.
നന്ദൻ ദേവികയോട് എല്ലാം തുറന്നു പറഞ്ഞു അല്ലേ. മധുഋഷി, ഇനി നിന്റെ പകയും പ്രതികാരവും ഒന്ന് അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ സത്യം തെളിഞ്ഞാൽ ഒരാളെ കൊലപാതകം ചെയ്തു എന്ന് വിശ്വസിപ്പിച്ച് ട്രാപ്പിലാക്കാൻ നോക്കിയതിന് നിനക്കായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുടുംബത്തെ ഞാൻ പൊളിച്ചെടുക്കും, ലക്ഷ്യം കണ്ടിട്ട് ഞാൻ അടങ്ങൂ എന്ന് ഋഷി പറയുന്നുണ്ട്. അപ്പോൾ ഋഷിയുടെ ആ പകയും പ്രതികാരവും കണ്ട് പേടിയാവുന്നുണ്ട് കേട്ടോ അരുന്ധതിക്ക്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നന്ദൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. എൻ്റെ മകൻ്റെ ഈ പകയും പ്രതികാരവും അവന് തന്നെ വിനയായിട്ട് വരൂ എന്നും അരുന്ധതി മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്